ആ ഒരു അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് 6 ശ്ലോകങ്ങൾ മാത്രമുള്ളതായ ഒരു ലഘുകൃതിയാണ്. ഈ കൃതിയുടെ സവിശേഷത എന്ന് പറയുന്നത് ആദ്യത്തെ ശ്ലോകം സംസ്കൃതത്തിലും ബാക്കി 5 ശ്ലോകങ്ങൾ ശുദ്ധമായ മലയാളത്തിലുമാണ് ഗുരു രചിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കൃതിയിലേക്ക് പോകാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണരാതി സൈവം ഭാതത്വം വേത്തി കോപിന. അതായത് പശുക്കൾക്ക് എങ്ങനെയാണോ പശുത്വം അവരുടെ ജാതിയായി കണക്കാക്കുന്നത്, അതുപോലെ മനുഷ്യരുടെ ജാതിയാണ് മനുഷ്യത്വം എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണ ജാതി, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ വിഭാഗങ്ങൾ ജാതിയല്ല എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എത്ര കഷ്ടമാണ് ഈ യാഥാർത്ഥ്യം! കോപിന, ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. പശുക്കളെ മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നതായ സാമാന്യ ലക്ഷണമാണ് പശുത്വം അഥവാ ഗോത്വം എന്ന് പറയുന്നത്. അതായത് പശുത്വമാണ് പശുവിൻ്റെ ജാതി. അതുപോലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്നതായ സാമാന്യ ലക്ഷണമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജാതി എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അതായത് മനുഷ്യത്വം നാം സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് ജന്മനാൽ ഉണ്ടായതും മരണം വരെ നിലനിൽക്കുന്നതുമായ ലക്ഷണമാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യത്വം എന്ന ജാതി ലക്ഷണമുള്ള എല്ലാവരെയും മനുഷ്യൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതറിയാത്തവരാണ് മനുഷ്യനെ പല ജാതികളായി തിരിച്ചിരിക്കുന്നത്. ഈ പൂർവാർദ്ധത്തിൽ അഥവാ ആദ്യത്തെ ശ്ലോകത്തിൽ മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ഗുരു ജാതി എന്താണെന്നാണ് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇനി ഉത്തരാർത്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഭാരതത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളെ പരിശോധിച്ചാൽ ജാതി സങ്കല്പത്തിന് യാതൊരു സാർവത്രികതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കേരളത്തിലുള്ളതായ ബ്രാഹ്മണരാതി വിഭാഗങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. തമിഴ്നാട്ടിലെ ജാതി വിഭാഗങ്ങളല്ല കർണാടകത്തിലുള്ളത്, കർണാടകത്തിലുള്ളവയല്ല ആന്ധ്രാപ്രദേശ്. അതായത് ഭാരതത്തിലെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ജാതികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ജാതിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലാതാനും ഇത് ഒരു കീഴ്വഴക്കമായിട്ട് തുടർന്നു പോരുന്നതും ഒരു സംസ്കാരമായി നമ്മളിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒന്നാണ് ജാതി എന്നതാണ് വസ്തുത. അപ്പൊ ഈ ശ്ലോകത്തിൽ ഗുരു 2 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്, അതായത് മനുഷ്യത്വമാണ് ജാതി എന്നും മറ്റ് ജാതികൾ, അതായത് ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലുള്ളതായ ജാതികളൊന്നും ജാതിയായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നുമാണ് ഗുരു പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. അതായത് ഗുരുവിന്റെ ശ്രേഷ്ഠമായ ആദർശവാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. കൂടാതെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരൊറ്റ ഉൽപ്പത്തി സ്ഥാനവും ഒരൊറ്റ ആകൃതി മാത്രമാണ് ഉള്ളതെന്നാണ് ഗുരു പറയുന്നത്. അതായത് ഭൂമുഖത്തുള്ള ഏത് മനുഷ്യ വിഭാഗങ്ങളെ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരേ ആകൃതിയാണ്, ഒരേ ആകാരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ജനനം കൊണ്ട് മനുഷ്യരാണ്. അതായത് മനുഷ്യത്വമുള്ള ഒരു ജാതി മാത്രമേ ഉള്ളൂ എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ശ്ലോകം എന്ന് പറയുന്നത്
ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, നരജാതിയെ തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാണ്. അതായത് ഒരു ജാതിയിൽ നിന്ന് തന്നെയാണ് സന്തതി പരമ്പരകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജാതികൾ തമ്മിൽ ഭേദം വെക്കേണ്ടതായ, വ്യത്യാസം വരുത്തേണ്ടതായ ഒരു കാര്യവുമില്ല. ജാതികൾക്ക് തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ശ്ലോകം, നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയനും സ്ഥാനമെന്നുള്ളതന്തരം നരജാതിയിൽ. അതായത് നരജാതിയിൽ അഥവാ മനുഷ്യ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ഉന്നത ശ്രേണിയിൽ എന്ന് അഭിമാനിക്കുന്നതായ ബ്രാഹ്മണർ മുതൽ ഏറ്റവും താഴ്ന്ന വിഭാഗമായ ചണ്ടാളന്മാർ വരെ ഒരു ജാതിയിൽ നിന്ന് തന്നെയാണ് പിറവി കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഈ നരജാതിയിൽ യാതൊരു ഭേദവും കൽപ്പിക്കേണ്ടതില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അടുത്ത ശ്ലോകത്തില്, പറച്ചിയിൽ നിന്നു പണ്ട് പരാശര മഹാമുനി പിറന്നു. അതായത് വസിഷ്ഠ മഹർഷിയുടെ മകന്റെ മകനായ പരാശര മഹാമുനി, അദ്ദേഹം ഒരു പറയാ സ്ത്രീയിൽ നിന്നുമാണ് ജന്മം കൊണ്ടിട്ടുള്ളത്. അദൃശ്യന്തി എന്നു പേരായ ഒരു പറയാ സ്ത്രീയിൽ നിന്നുമാണ് പരാശര മഹാമുനി ജനനം കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് വേദവ്യാസൻ. വേദവ്യാസനാകട്ടെ നമുക്കറിയാം, വേദങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി ബ്രഹ്മസൂത്രം രചിച്ച് ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതം വരെ രചിച്ചിട്ടുള്ളതായ മഹാത്മാവാണ് വേദവ്യാസൻ. ഇനി ആ വേദവ്യാസനാകട്ടെ ജന്മം കൊണ്ടിരിക്കുന്നത് കൈവല്യ, അതായത് മത്സ്യഗന്ധി എന്നു പേരായ ഒരു മുക്കുവ സ്ത്രീയിൽ നിന്നുമാണ് വേദവ്യാസൻ ജന്മം കൊണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ജന്മത്തിന് മനുഷ്യന്റെ കഴിവുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മനുഷ്യത്വം മാത്രമാണ് മനുഷ്യന്റെ ജാതി എന്നാണ് പറയുന്നത്. ഇല്ല ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദം ഓർക്കുകയിൽ, ചൊല്ലേറും വ്യക്തിഭാഗത്തിൽ അല്ലേ ഭേദം ഇരുന്നിടൂ. അതായത് മനുഷ്യർക്ക് തമ്മിൽ യാതൊരു ഭേദവുമില്ല, ജാതിക്ക് തമ്മിൽ ഒരു ഭേദവുമില്ല. മനുഷ്യർക്കിടയിലുള്ളതായ മനുഷ്യന്റെ വിവേകത്തിനും അറിവിനും ഗുണകർമ്മങ്ങളിലും മാത്രമാണ് ഭേദം നിലനിൽക്കുന്നത്, അന്തരം നിലനിൽക്കുന്നത്. അല്ലാതെ ജാതികൾ തമ്മിൽ യാതൊരു ഭേദവുമില്ല. എല്ലാ മനുഷ്യവർഗവും ഒരൊറ്റ ജാതിയിൽ നിന്നുണ്ടായത് എന്നതാണ് ഗുരു നമ്മെ ഈ കൃതിയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് പശുക്കൾക്ക് പശുത്വം എന്നത് അവരുടെ ജാതിയാണ് എങ്കിൽ മനുഷ്യത്വം എന്നത് മനുഷ്യന്റെ ജാതിയായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇതറിയാത്തവരാണ് ഈ ജാതിയെ പലതായിട്ട് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ഗുരുവിൻ്റെ ഈ കൃതിയിലൂടെ മനുഷ്യ സമത്വത്തിന് വേണ്ടി നമുക്ക് മാർഗദീപം തെളിയിച്ചു തന്ന ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.